അവിടുന്നു നൽകുന്ന ദാനങ്ങളെല്ലാം ദിനമോർക്കുവാനായി കൃപയേകണേ. നല്ലൊരു കോൺവെർസേഷനാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യഹൂദർക്ക് സ്നാപയോഹന്നാൻ ആരാണെന്നറിയണം. അതുകൊണ്ട് അവർ പുരോഹിതരെയും ലേവ്യരെയും സ്നാപയോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ കൃത്യമായി ഉത്തരം കൊടുക്കണം. അതുകൊണ്ട് തന്നെ സ്നാപയോഹന്നാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ഈ തെറ്റിദ്ധരിച്ച് കളയരുത് നിങ്ങളാരും, ഞാൻ ക്രിസ്തുവല്ല. അപ്പം പിന്നെ അടുത്ത യെസ് ക്വസ്റ്റ്യനായി, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയാണോ? അപ്പോൾ സ്നാപയോഹന്നാൻ പറഞ്ഞു, അല്ല, ഏലിയൊന്നും അല്ല. അപ്പോൾ വീണ്ടും അവർക്ക് സംശയമായി, എങ്കിൽ പ്രവാചകരിലൊരുവനാണോ? അവൻ പറഞ്ഞു, അല്ല. എങ്കിൽ പിന്നെ നീ ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഓപ്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നീ തന്നെ ഉത്തരം പറയണം. എനിക്ക് സ്നാപയോഹന്നാൻ ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ആദ്യമേ സ്നാപയോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. വാക്കുകൾ വ്യത്യസ്തതയുണ്ട്, ജീവിതത്തിൽ വ്യത്യസ്തതയുണ്ട്, വസ്ത്രധാരണത്തിൽ വ്യത്യസ്തതയുണ്ട്. ഈ വ്യത്യസ്തതയൊന്നും എന്നെ ക്രിസ്തുവാക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന ഒരുവനാക്കുന്നുണ്ട്. എൻ്റെ വ്യത്യസ്തതയെക്കാളും അവൻ്റെ വ്യത്യസ്തത വളരെ മനോഹരമാണ്. അതുകൊണ്ട് സ്നാപയോഹന്നാൻ തന്നെ വെളിപ്പെടുത്തിയത് ഞാൻ വെറും ശബ്ദമെന്ന് പറഞ്ഞിട്ടാണ്. എത്ര മനോഹരമായിട്ടാണ് ഒരാൾ അയാളെ തന്നെ ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവൻ്റെ ആരുമല്ല, ഞാൻ വെറും ശബ്ദം മാത്രമാണ്. ഒരാൾക്ക് ഇത്രത്തോളം ഇങ്ങനെ താഴ്ന്നിറങ്ങി അങ്ങേ അറ്റം ക്രിസ്തുവിനെ പ്രതി താഴാനാകുമെന്നൊക്കെ പഠിപ്പിച്ചത് സ്നാപയോഹന്നാൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, എന്താണ് നാം എന്ന് പറയുന്നിടത്ത് ആദ്യം പറയേണ്ടത് എന്തല്ല എന്നുകൂടിയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളൊക്കെ ആരാണ്? നമ്മൾ എന്താണ്? ഇത് ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊക്കെ മനുഷ്യരുടെ ഇടയിൽ പോലും ഈ ഒരു വ്യക്തത നമുക്കുണ്ടാകണം. നാം ആരാണ്? നമ്മുടെ ബന്ധങ്ങളിൽ നാം ആരാണ്? നമ്മുടെയൊക്കെ സ്നേഹിക്കുന്ന ഇടങ്ങളിൽ നാം ആരാണ്? നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം ആരാണ്? ഇങ്ങനെ നമ്മളുടെ പൊസിഷൻ എന്താണ് എന്നൊരു വ്യക്തത നമുക്കുണ്ടാകണം. നമ്മൾ എന്താണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എന്തല്ല എന്നുകൂടി ഒരു തിരിച്ചറിവ് കൂടി നല്ലതാണ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഗ്രേറ്റ്നസ് കുറച്ചും കൂടി വലുതാക്കുന്നത്. സ്നാപയോഹന്നാൻ ഈ വ്യക്തത ഉണ്ടായിരുന്നു. അവൻ എന്താണെന്നും എന്തല്ല എന്നും അവന് വ്യക്തത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ വേറെ കോംപ്ലക്സ് ഒന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ ഞാനാണ് ക്രിസ്തുവെന്ന് അവരുടെ മുമ്പിൽ പറഞ്ഞിരുന്നുവെങ്കിൽ സ്നാപയോഹന്നാന് കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസും കുറച്ചും കൂടി കാത്തിരുന്ന മിശിഹ എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്രൂവലൊക്കെ കിട്ടിയാൽ അവനത് ആവശ്യമില്ല, അവനത് വേണ്ടായിരുന്നു. കാരണം നിങ്ങളിൽ എന്ത് നന്മ കണ്ടാലും ഞാൻ ഒരു ശബ്ദമാണെന്ന് പറഞ്ഞ് ഒരാൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് വളരെ സുന്ദരമായി വലിഞ്ഞുപോയി. ഇതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന മനോഹരമായ ചിന്ത. എന്തല്ല എന്നൊരു ബോധ്യം ജീവിതത്തിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മളൊക്കെ എന്തോ ആണെന്ന് ചിന്തിക്കുന്നിടത്ത് ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തെ മനോഹരമുള്ളതാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുനാമം വാഴ്ത്താം എന്നീശോയേ, അകമേ നിറയുന്ന സ്നേഹത്തോടെ കവിളോരമൊഴുകുന്ന മിഴിനീരിനാൽ കഴുകാം ഞാൻ തിരുപാദം ദിനവും. തിരുനാമം വാഴ്ത്താം എന്നീശോയേ, അകമേ നിറയുന്ന സ്നേഹത്തോടെ കവിളോരമൊഴുകുന്ന മിഴിനീരിനാൽ കഴുകാം ഞാൻ തിരുപാദം ദിനവും. ഇരുളിൻ്റെ സുഖമാർന്ന പടുചേറിലെല്ലാം ആപാദമീ പാപി ഞാനാണ്ടുപോയി. മനസ്സിൻ്റെ ഭ്രമമാർന്ന ചലനങ്ങളെല്ലാം നോവായിരം പെയ്ത പേമാരിയായി വഴിതെറ്റിയിടയൻ്റെ അരികത്തു നിന്നും വൻകാട്ടിലലയുന്ന കുഞ്ഞാടു ഞാൻ. ഹൃദയം തകർന്നാർത്തു
കരയുന്നു നാഥ, കരുണാർദ്രനായെൻ്റെ ചാരേ വരൂ. അപരാധമേറ്റേറ്റു ചൊല്ലുന്നു ഞാൻ, ക്ഷമയേകി നിൻ തിരുമാറിൽ ചേർക്കൂ. തിരുനാമം വാഴ്ത്താം എന്നീശോയേ, അകമേ നിറയുന്ന സ്നേഹത്തോടെ കവിളോരമൊഴുകുന്ന മിഴിനീരിനാൽ കഴുകാം ഞാൻ തിരുപാദം ദിനവും. അവിരാമമൊഴുകുന്ന നദി പോലെ എന്നിൽ പുതുതാക്കണേ പാവനാത്മാവിനെ. അവിടുന്നു നൽകുന്ന ദാനങ്ങളെല്ലാം ദിനമോർക്കുവാനായി കൃപയേകണേ. വചനം മുളയ്ക്കുന്ന വയലേലയായി അടിയന്റെ ചിത്തം ഒരുക്കേണമേ. കുരിശിന്റെ തണലോടു ചേർത്തന്നെ ഈശോ തളരാതെ എന്നും നടത്തേണമേ. തിരുമുൻപിൽ മിഴി പൂട്ടി നിൽക്കുന്നു ഞാൻ, ചൊരിയൂ നിൻ തിരുസ്നേഹം എന്നും. തിരുനാമം വാഴ്ത്താം എന്നീശോയേ, അകമേ നിറയുന്ന സ്നേഹത്തോടെ കവിളോരമൊഴുകുന്ന മിഴിനീരിനാൽ കഴുകാം ഞാൻ തിരുപാദം ദിനവും.